ഹലോ. ഇന്ന് ഈവനിങ് ആയപ്പോഴത്തേക്ക് ലുലുവിലേക്ക് നേരെ പോയി. എന്ത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇതിരിക്കുന്ന എല്ലാ സ്നാക്സാണ്. പിന്നെ കേക്ക് ഫില്ലിങ്, അതേപോലെ മൊമോസ്, വെറൈറ്റിയിലുള്ള പല പാസ്ത, പൊറോട്ട, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ചിക്കൻ ഫില്ലിങ്, ചിക്കൻ്റെ ഐറ്റംസ്, ഫിഷ് ഐറ്റംസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് കഴിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് പുതിയ പായസ കടയൊക്കെ വന്നിട്ടുണ്ട്. ചെറിയൊരു സ്റ്റോൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ജ്യൂസാണ്. ജ്യൂസ്, ഷേക്ക്സ്, എന്ത് വേണമെങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ട് എന്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലുലുവിലേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ചായതുകൊണ്ട് കുറച്ചുകൂടി ഒരിതുണ്ട്. നമ്മൾ കഴിക്കാനാണ് വന്നതെന്ന് പുള്ളിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി ഒന്ന് ഇളക്കിയിട്ടൊന്ന് കൊതിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഫ്രൈഡ് റൈസ് ആണ്. ഇത് നൂഡിൽസാണ്. പിന്നെ മന്തി, അതേപോലെ ലഡൂസ്, അതായത് ഈന്തപ്പഴം ലഡു ഉണ്ട്, പിന്നെ ജിലേബി, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ പായസക്കടയിലേക്ക് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പായസം തന്നു. അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഭയങ്കര ഭയങ്കര റേറ്റാണ്. 24 ദിറംസ്, 15 ദിറംസ്, 16 ദിറംസ് അത്രയൊക്കെ ആവും. എങ്കിലും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മൾ പിന്നെ ഫ്രൈഡ് റൈസ്, അതേപോലെ തന്നെ ചിക്കന്, മീറ്റ്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഇവിടുന്ന് നമ്മൾ വാങ്ങി പാഴ്സൽ ചെയ്തു. പിന്നെ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓഫർ ഡേ ആകുമ്പോൾ കുറേ ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ എല്ലാം ഒന്ന് കണ്ട് വന്നു. ഒരുപാട് ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല, എങ്കിലും കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അത് നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്പിളിച്ചേച്ചി പായസക്കടയുടെ അടുത്തുനിന്ന് വരുന്നില്ല, ഞാൻ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം നിങ്ങളെ കൂടി കാണിക്കാമെന്നുള്ളതുകൊണ്ട് എടുത്ത് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. താങ്ക്